വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വളരെ മുൻപ് തന്നെ പ്രചരണം ആരംഭിച്ചിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് 400 സീറ്റാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ബി.ജെ.പിക്ക് തനിച്ച് 370, എൻ.ഡി.എക്ക് 400-ലധികം സീറ്റുകളും നേടി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയാണ് തങ്ങൾ മുൻപോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ കഴിഞ്ഞ ദിവസം അമേഠിയിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പ്രവചനം നടത്തി. അദ്ദേഹം പറഞ്ഞത് മോദിയുടെ സ്വപ്നം 400 സീറ്റാണ്, അതൊരിക്കലും നടക്കുകയില്ല. 100 സീറ്റ് പോലും ബി.ജെ.പി. നേടുകയില്ല, അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. പിന്നീട് അദ്ദേഹം പറഞ്ഞത് അമേഠിയും റായ്ബറേലിയും ഗാന്ധി കുടുംബത്തിന് പ്രിയപ്പെട്ട മണ്ഡലങ്ങളാണ്. വളരെ അധികം കഠിനാധ്വാനമാണ് ഗാന്ധി കുടുംബം ഈ മണ്ഡലങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നുകൂടി പറയുമ്പോൾ ചില സംശയങ്ങൾ ഉയരുന്നു. രാഹുൽ ഗാന്ധി വീണ്ടും അമേഠിയിലോ ഇല്ലെങ്കിൽ സോണിയാഗാന്ധി മത്സരിക്കാത്ത റായ്ബറേലിയിലോ മത്സരിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം മല്ലികാർജ്ജുന ഖാർഗെ ഇത്തരത്തിൽ അമേഠിയിലും റായ്ബറേലിയും കുറിച്ച് ഇത്രത്തോളം വാനോളം സംസാരിക്കുകയും അമേഠിയിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലൊരു സംശയം കൂടി ഉയരുന്നത്. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് പകരം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ, 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുമോ എന്നുള്ള ചോദ്യം ഉയരുന്നു. ഇനി ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിൽ മല്ലികാർജ്ജുന ഖാർഗെ തന്നെ മത്സരിക്കുമോ എന്നൊരു ചോദ്യവും വരുന്നു. ഏതായാലും മല്ലികാർജ്ജുന ഖാർഗെയുടെ പ്രവചനം കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കുമോ എന്ന് അറിയില്ല. ഏതായാലും പ്രവചനക്കാർക്ക് ഇനിയും സമയമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് എണ്ണുന്നത് വരെ പ്രവചനം തുടരുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.